ഹായ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരു 2 ദിവസത്തെ ഭയങ്കര ഒരു നിരാശയൊക്കെ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നമ്മുടെ വയനാട് അല്ലേ. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിനോട് മനസ്സൊന്നുമില്ല. നമുക്ക് എന്താ ചെയ്യാനോ ഒരു വീഡിയോ ഒക്കെ ചെയ്യണം എന്നെ ഉണ്ടെങ്കിലും നമുക്ക് അതിനൊരു മൂഡില്ല. കാരണം ടി വിയുടെ മുമ്പിൽ ടി വി നോക്കാനും തുറന്നു കഴിഞ്ഞാൽ ഇത് തന്നെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ കുറച്ച് തിരക്കാണ്. നമ്മുടെ ജാക്കിയുടെ നഖമൊക്കെ ഒന്ന് കൊണ്ട് വെട്ടിക്കാൻ പോയി. ഞാൻ തന്നെ പോയത്. പക്ഷേ എന്നാലും ജാക്കിന് ഒരു കുഞ്ഞൊരു ഓട്ടോറിക്ഷയിലാണ് കേട്ടോ ഞാൻ കൊണ്ടുപോയത്. ഓട്ടോറിക്ഷയിൽ ഏതായാലും അവൾ മിടുക്കിയായിട്ട് കയറി. ഞാൻ അതൊരു സീൻ ഇട്ട് തരാം. ഞാൻ ചെറിയൊരു ഷോർട്ടായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല അനുസരണയായിട്ട് തന്നെ അവൾ വന്നു. ബ്യൂട്ടി പാർലറിൽ പോയി. എനിക്ക് അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവള് നഖമൊക്കെ വെട്ടി. പിന്നെ ചെറുതായിട്ട് നഖമൊക്കെ ഒന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറിഞ്ഞ കാരണം ഞാൻ കുറച്ച് ഓയിൻമെൻ്റൊക്കെ തേച്ച് നല്ല പണിയായി. പിന്നെ എൻ്റെ അനീത്തിക്കുട്ടി എൻ്റെ എന്താ പറയുക, എൻ്റെ കസിൻ്റെ ചേട്ടായിയുടെ മോള് വന്നിട്ടുണ്ട്. അപ്പോൾ അവളെ വിളിക്കാൻ പോയി. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കറികളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കില്ല. ഒരു പെട്ടെന്നൊരു തട്ടിക്കൂട്ട് വെണ്ടയ്ക്ക മെഴുക്കോട്ടയാണ് കേട്ടോ. ഞാൻ കുറച്ച് ചെറിയുള്ളി ഇഷ്ടമാണ് വെണ്ടയ്ക്ക മെഴുക്കോട്ടയിൽ. ഞാൻ പിന്നെ ഒരു ചെറിയുള്ളി അരിയുന്നതിന് സമയം എടുക്കും. അതുകൊണ്ട് ഞാനൊരു കുഞ്ഞ് സവോളയൊക്കെ ഇട്ട് പെട്ടെന്നൊരു വെണ്ടയ്ക്ക മെഴുക്കോട്ടയാണ് കേട്ടോ. രാവിലെ സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വേഗം ഒരു വെണ്ടയ്ക്ക മെഴുക്കോട്ടയും കൂടെ തട്ടിക്കൂട്ടാൻ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ പിള്ളേർക്കൊക്കെ അവധിയാണ്. 2 ദിവസമായി മക്കളൊക്കെ കൂടെ ഉണ്ടെങ്കിലും നമ്മുടെ തൊടുപുഴയ്ക്ക് 2 ഡേയ്സായിട്ട് മഴയില്ല കേട്ടോ. വലിയ മഴയില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. മൂടലുണ്ട്, വെയിലൊന്നുമില്ല. പിന്നെ വീഡിയോസ് ഒന്നും ഉപേക്ഷിച്ചിട്ടില്ല കേട്ടോ. എല്ലാവരും ചോദിക്കുന്നുണ്ട്, കമൻ്റ് ഇടുന്നുണ്ട്, ചേച്ചി എന്നാ വീഡിയോസ്. സത്യത്തിൽ 2 ഡേയ്സായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു വലിയൊരു നമ്മുടെ വയനാട്, നമ്മുടെ തന്നെ നാട് അല്ലേ, സത്യം പറഞ്ഞാൽ എന്ത് വീഡിയോസ് നമുക്കതിനൊരു മൂഡില്ല. പിന്നെ ഇന്നിപ്പം നോക്കിയപ്പം എന്നാൽ കുഞ്ഞൊരു വീഡിയോസ് എന്നാൽ ചെയ്യാം എന്നൊക്കെ ഒരു ഇതിലിരിക്കുന്നു. ഇനിയിപ്പം മെഴുക്കോട്ടേക്ക് ആയി കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ തൊട്ട് വാച്ചാലൊക്കെ ഇത് കാണിച്ചു തരട്ടോ. നല്ല വെള്ളമാണ്, നല്ല സൂപ്പർ വെള്ളമാണ്. അപ്പോൾ അവിടേക്കൊന്ന് പോയി ഒന്ന് കുളിക്കണം. കറിയൊക്കെ റെഡി ആക്കട്ടെ കേട്ടോ. എളുപ്പമുണ്ട് എന്തൊക്കെയൊക്കെ സമയത്തിന്റെ പ്രശ്നം കൊണ്ടടി പൊന്നുകുട്ടി. ഞാൻ പറഞ്ഞില്ലേ രജിസ്റ്റർ എഴുതണ്ട. ഞാൻ പറഞ്ഞില്ലേ പാതിയോളെങ്കിലും ആന്റി കിട്ടുമെന്ന്. മണം പിടിക്കാതെ അതുകൊണ്ടാ ഞങ്ങൾ ഇന്ന് രാവിലെ പോയി. ഒത്തിരി പട്ടിയുണ്ടായിരുന്നു, ഒത്തിരി പട്ടികളുണ്ട്. വലിയ പട്ടികളുണ്ടായിരുന്നു. ലാബുണ്ടായിരുന്നു, പിന്നെ പിഗ്ബുൾ ഉണ്ടായിരുന്നു. അങ്ങനെയുണ്ടല്ലോ. അവളങ്ങനെ ഇന്ന് മെഡിക്കായിട്ട് ഞാൻ പേടിച്ചു പോയായിരുന്നു കേട്ടോ. ഓട്ടോറിക്ഷ കയറിയപ്പോൾ തന്നെയല്ലുള്ളൂ. അപ്പോൾ ഓട്ടോറിക്ഷ കയറിയപ്പോൾ ഞാൻ പായൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പോൾ അവൾ അവിടെ കയറി ഇങ്ങനെ ഹാപ്പി ആയിട്ട് തന്നെ നിന്നു. പിന്നെ തന്നെ മുടിയൊക്കെ വെട്ടി കണ്ടോ. എന്നോട് കൊഞ്ചണ ഭാഗമാണ് ഈ കാണുന്നത്. എനിക്ക് കൊഞ്ചം നേരില്ലടി കാന്താരി, ഇത് കൊഞ്ചം നേരില്ലടി കാന്താരി. ഇത് ഡാൻസ് ആണോ? സർക്കസ്. എന്ത് ഡാൻസ് ഇത്? എന്ത് ഡാൻസ് ആണ് ഈ കാണുന്നത്? എന്ത് ഡാൻസ്? ഡാൻസിന്റെ അല്ല. എന്നിട്ട് പിന്നെ നഖമിട്ട് ഇത്രയും പൊക്കത്തിൽ കയറി നിൽക്കാൻ പറഞ്ഞാൽ അവള് സ്റ്റാൻഡിലൊക്കെ കയറി നിന്നു. കൈയൊക്കെ വെച്ച് ഇച്ചിരി കൈ മുറിഞ്ഞു അല്ലേ മുട്ടേ. സാരിയില്ല കേട്ടോ. നമുക്ക് നാളെ കൈ ഒന്ന് ഭേദമൊക്കെ ആയിട്ട് കുളിക്കാം. 2 ദിവസം കുളിക്കാൻ പറ്റില്ല. 2 ദിവസം അത് കഴിഞ്ഞിട്ട് ഒരു ബോൾ കളിക്കേ. ചെറുക്കൻ ബോൾ കളിക്കേ. ഇങ്ങനെയാണോ ബോൾ കളിക്കുന്നത്? ഇങ്ങനെയാണോ ബോൾ കളിക്കുന്നത്? ബോള് ക്രിക്കറ്റിന്റെ ബോൾ അങ്ങോട്ട് ജാക്കി കടിച്ചു പിടിച്ചിട്ടില്ലേ, എന്റെ അടുത്ത് വന്നിട്ടില്ലേ, കയ്യിൽ തരുവോ ബോള്? ബോളൊക്കെ കൊടുത്തോ? കൈ
കയ്യില് ബോള് കൊടുത്തോന്ന് കളി അവിടെ മുഖം നോക്കി നമ്മളോട് കളിക്കുമ്പോൾ അവരുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ കണ്ട. ഇനി നിന്നെ ഒന്നും ചെയ്യില്ലടി, നിന്നെ മനസ്സിലായാവട്ടെ. ഓക്കെ, ഇനി ഞാനൊന്ന് പോയി കുളിക്കട്ടെ. എൻ്റെ മേല് മൊത്തം രാവിലെ തൊട്ട് ഇതിനെ പിടിച്ച് ഇതിനെ ശുശ്രൂഷിച്ച് ഇത് മൂന്നാമത്തെ ഡ്രസ്സാണ് കേട്ടോ. ബ്യൂട്ടി പാർലർ പോയപ്പോൾ ഒരെണ്ണം അത് കൊണ്ടുവന്നിട്ടു. അത് ഇനിയിപ്പോൾ വേഗം ഒരെണ്ണം എടുത്തിട്ട് ഇപ്പം അതും ചീത്ത. ഇനിയിപ്പോൾ പോയി കുളിച്ച് ഏത് കുളിക്കാൻ പോകും. മതി മുത്തേ, ചോറ് തരാം. ചോറ് വെന്തിട്ടുണ്ട്. എന്താണ് ചോറൊക്കെ തരണമെന്നാ പറയുന്നത്? എന്താണ്? ആ ചേച്ചീനെ കൊണ്ടുപോകുന്നത്. പോട്ടെ പോട്ടെ, നീ കാണണം. ഞാൻ പോവാ. ഇന്ന് ചോറൊന്നും ഭക്ഷണം ഒന്നും ഒരു ഇഡ്ഡലിയിലാണ് നിൽക്കണം. ജാക്കിക്ക് ഇന്ന് വേറെ ഫുഡൊന്നും കൊടുത്തില്ല. കുടിച്ചിട്ട് വരട്ടെ. എൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല. അതായത് ചൊറഞ്ഞ് നോക്കിയാണ് നിന്നെ മടിയുടെ ചോട്ടം അവിടെ കൂടെ ചുട്ടടി ഞാൻ തരും. തൊട്ടടി ഞാൻ തരും. ആ അനുസരണക്കേട് കാണിച്ച കൂട്ടി കിടക്കാൻ മടിയാ. ഒന്ന് കൂട് പൊട്ടിക്കലേ. കുളിച്ചിട്ടാ കേട്ടാ. ഓക്കെ ഒന്നുകുട്ടി ഇതാണ് നമ്മുടെ ജാതിക്ക. നമ്മുടെ അല്ല കേട്ടോ, പക്ഷെ എനിക്ക് ജാതിക്ക നല്ല ടേസ്റ്റ് ഉണ്ടോ. ജാതിക്ക അച്ചാർക്കല്ലേ? ജാതിക്ക അച്ചാർക്ക് നല്ല. എനിക്ക് ഇതിൻ്റെ ചുവ ഇഷ്ടം കേട്ടോ. ഉപ്പും മുളകൊക്കെ കിട്ടും. ആ നല്ല ചുവ ഇഷ്ടം. എന്തോ ചാടി ഇറങ്ങി ഓടല്ലേ. അപ്പം ഞങ്ങളിത് ഞങ്ങളുടെ വാച്ചാലിലേക്ക് പോണ പാവം കേട്ടോ. വാഴയൊക്കെ ഒത്തിരി വലുതായിപ്പോയി. ഒത്തിരി എന്താ പറയുക, മഴയൊക്കെ ആയതിൻ്റെ ഒത്തിരി കാടൊക്കെ ആയി. മക്കൾ നേരത്തെ ഓടി. എടി സൂക്ഷിച്ച് പോണം. എന്നാന്നറിയാമോ, അവിടെ അപ്പടി കമ്പം പോലും ഉണ്ട്. മുമ്പിൽ ഓടരുത്. വീണ അതിൽ പോയതിൽ വാ. സ്ഥലമുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഇവിടെ മരമൊക്കെ ആരാണ്ട് വെട്ടി കിട്ടോ അവരെ. അപ്പൊ കുറച്ച് തെളിഞ്ഞെങ്കിലും അപ്പടി നടക്കാൻ ഇച്ചിരി പടം കുറിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് കുളി ചെയ്യലോ നോക്കണ്ട. റിസൾട്ട് വരില്ല. അച്ഛല് വെള്ളം ഉണ്ടോ എടാ? തെറിപ്പിക്കില്ലേ ഉണ്ണിപ്പി. ഇത്ര കലക്കല്ലേ അവള് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ അവിടെ മണൽ അവിടെ നികന്നു. നല്ല ഭംഗിയായി കണ്ട. ഒരുത്തൻ തടി കുളി തുടങ്ങി. അപ്പം ഞങ്ങളുടെ കൊച്ചു വാച്ചാല് ഇവിടെ വെച്ചു. ഇതിൻ്റെ മുകളിൽ അവിടെ എല്ലാവരും ഭാഗം ഇതിൻ്റെ മുകളിൽ വെച്ചോ. വലയെടുക്കുന്ന മീൻ പിടിക്കാനും നേരമൊന്നുമില്ല. ഇതേ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി പഠിക്കണം കേട്ടോ. കളിക്കാൻ വിടത്തില്ല. 2 ദിവസം അവധി കൊടുത്തെങ്കിലും നല്ല എട്ടിൻ്റെ പണിയൊക്കെ എന്നാണെയോ എല്ലാവരെയും ഒക്കെ പഠിപ്പിക്കണം. കുളിച്ചേ ഉള്ളുണ്ടല്ലോ. ഇവിടുന്ന് മീൻ നീന്തുന്ന പോലെ അങ്ങോട്ട് നീന്തിട്ടുണ്ടല്ലോ. പെട്ടെന്ന് ഒരു തിരിയാ. നീ പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞേച്ച് വരും കണ്ടോ. റെഡി 1 2 3 പതുക്കെ ഓക്കേട്ടോ. ഒത്തിരി ദിവസം കൂടെ ഞാൻ കൊണ്ടുവന്ന ആൾക്കത്തിനെ. 2-3 ദിവസമായിട്ട് പനിയായിരുന്നേ. പക്ഷെ നല്ല മണലാട്ടോ. മണലുണ്ടോ? നല്ല സൂപ്പർ മണൽ കണ്ടോ. ഈ മണലത്തൊക്കെ നമ്മുടെ പിള്ളേരെയൊക്കെ ശരിക്കും പറഞ്ഞ അക്ഷരങ്ങളൊക്കെ എഴുതിപ്പെടും. ഇതെല്ലാം എഴുതിയടി ഈ എഴുതിക്കേ ഇങ്ങനെ കൈ. ഞങ്ങൾ ഇതെല്ലാം കളിക്കാനാ മണലൊക്കെ നേരിടും. അങ്ങനെയാണോ ഈ എഴുതുന്നതാ? കണ്ടോ ഈ എഴുതി. ആയി എഴുതിക്കേടി ചക്കരേ. ആയി ഒന്ന് എഴുതി കാണിച്ചേ ചേച്ചീനെ. ഒരാൾ മണലിൽ. വെരി ഗുഡ്. ഞാൻ ചുമ്മാ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഉണ്ടല്ലോ മണൽ കുറച്ച് ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ട്. ചുമ്മാ അവരോട് പറയും അവ കളിക്കാൻ വരുമ്പോൾ അതിലെ അക്ഷരങ്ങൾ. അപ്പോൾ അവർക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. മണലൊക്കെ പണ്ട് കാലത്ത് നമുക്ക് മണലിലൊക്കെ പിള്ളേർ എഴുതി പഠിച്ചു. ഇന്നത്തെ പിള്ളേർക്ക് ഇത് അറിയില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ എഴുതാൻ പറയുമ്പോൾ അവൾ അതിൽ ഇങ്ങനെ അക്ഷരങ്ങളൊക്കെ എഴുതും കൊണ്ട് അവളുടെ ആശയത്തിൽ പെട്ടെന്ന് പഠിച്ചു. ഇനിയിപ്പം ഞങ്ങളുടെ സീനൊക്കെ മാറുവാണ് ഇവിടെ. നല്ല ഒരു ബോഡി ഷോയാണ് നടക്കാൻ പോണ. നിക്രൂരണ്ട കേട്ടാ ചേച്ചി വീഡിയോ ഒക്കെ എടുക്കും.
ഒത്തിരി നാളായി ലോങ് വീഡിയോ. അപ്പം ഞാൻ എൻ്റെ അലക്കൊക്കെ നടക്കാൻ പോലെ നല്ല കണ്ണീര് പോലത്തെ വെള്ളം കേട്ടോ. പക്ഷേ ഇച്ചിരി ഇറങ്ങി വരാൻ ഇച്ചിരി പാടാന്നുള്ളൂ. പെട്ടെന്ന് നമുക്ക് അലക്കും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കഴിഞ്ഞ് ഇനി അലക്കാം. ഇവിടെ കുളിക്കുന്നതും പറക്കുന്നതും കൊതുകടിക്കണ്ടവനെ ഇല്ല ഇല്ല ഇല്ല. പിന്നെ ആ ടീഷർട്ട് എനിക്ക് കൂടി തന്നേരെ. കാണിക്കിങ്ങോട്ട് കാണിക്കും. ഓ എത്ര മീനാടാ അത്. പാവല്ല ഇനി വിറ്റാലേട്ടോ. കൊണ്ടുപോകൊന്നും വേണ്ട, കൊണ്ടുപോയാലും ജീവിക്കൊന്നുമില്ല. വെറുതെ നമ്മൾ റെസ്റ്റ് എടുക്കാമെന്ന് ഞാൻ വലിയ മീൻ പിടിക്കാൻ പോകും. ഞാൻ ചാടി കാണിച്ചതാ. അങ്ങനെ ഇന്ന് മഴയൊക്കെ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളിതേ അലക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു തുണികളും ഇവിടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ കുഞ്ഞരുവിൽ തന്നെ വന്ന് കഴുകുമ്പോൾ കുറച്ചും കൂടെ നല്ല വൃത്തിയാകും കേട്ടോ. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം നമ്മുടെ ഈ വാച്ചാലിൽ തന്നെയാണ് എന്നാണ്. പിന്നെ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് എന്നും വെള്ളമുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് മഴ പെയ്യരുതെന്നാണ് ഇപ്പം നമ്മുടെ ഒരു പ്രാർത്ഥന. കാരണം ഇപ്പം ഇത്രയും വലിയൊരു ദുരിതം ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് കാണുന്ന കാഴ്ച അതിഭയങ്കരമാണല്ലേ. ഈ വർഷത്തെ വേനലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒരിത്തിരി മഴ കിട്ടണേന്ന് നമ്മളെല്ലാവരും ഒരുപോലെ പ്രാർത്ഥിച്ചതാണ്. പക്ഷേ ഇത്രയും വലിയൊരു ദുരന്തമായിട്ട് സംഭവിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ അലക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഇനി ചോറൊക്കെ ഉണ്ണാൻ. അങ്ങനെ ഇന്ന് രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു 2 മണി 2:15 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് ലേറ്റായി രാവിലത്തെ. ജാക്കിനെയും കൊണ്ട് നഖമെട്ടലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഓടി ലാസ്റ്റ് അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞപ്പം സമയം ഇത്രയായി. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പം ഇനി അടുത്ത ദിവസങ്ങളിൽ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ എല്ലാ ദിവസവും ഇടണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങൾ അങ്ങനെ അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ കുളിച്ചൊക്കെ കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ഒരിക്കൽ കൂടി ടാറ്റാ ബൈ.